ഒരു ജനത മുഴുവൻ ഇങ്ങനെ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നത്, പട്ടിണി കിടക്കുന്നു, അവരെ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ള ഒരവസ്ഥയൊക്കെ എത്ര ഭീകരമാണ്. മാത്രമല്ല സനീഷ്, ആകെ അവിടെ വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷണ പൊതികൾ വീണ ആളുകൾ മരിക്കുക. ആ ഭക്ഷണ പൊതികൾ, ആകാശത്തു നിന്ന് വിതരണം ചെയ്യുന്ന ഭക്ഷണ പൊതികൾ വീണ് പോലും ആളുകൾ മരിച്ചു വീഴുന്നു എന്നുള്ള ഒരവസ്ഥ എത്ര ദയനീയമായിരിക്കും. ആ ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിലെല്ലാം ആളുകൾ ഇങ്ങനെ എന്താണ്, അവർ പരസ്പരം തമ്മിലടിച്ച് ആ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് സഹിക്കാൻ പറ്റില്ല. 5 ലക്ഷം പേര് മരണമുനമ്പിലാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും മരിക്കാവുന്ന അവസ്ഥയിൽ പോഷകാഹാരക്കുറവും പട്ടിണിയും കൊണ്ട് 5 ലക്ഷം പേർ മരണമുനമ്പിലാണ്. ഈ ലോകത്തിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്, ഇത്തരം ഒരു സങ്കീർണമായ യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ലോകത്തൊരിടത്തും ഈ നിലയ്ക്കുള്ള യുദ്ധങ്ങൾ നടക്കരുത്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവരുത് എന്ന് ഉറക്കെ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സംഗതിയാണ്. എവിടെ പോയി ഈ ഇസ്രായേലിന് വേണ്ടി ജയ് വിളിച്ചവരെന്നൊക്കെ ഇപ്പം ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ അധികം പേരെ കാണാനില്ല. ഈ സംഘർഷം ആരംഭിച്ച ഘട്ടത്തിൽ ഇസ്രായേലിന് വേണ്ടി ഷാലോം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് രംഗത്തുണ്ടായിരുന്നു, മലയാളികൾ അടക്കമുള്ളവർ. എവിടെയാണ് അതായത് ഈ ഇസ്രായേലിലേക്ക് തന്നെ അവർ നോക്കിയാൽ മതി. 60,000 പേരാണ് ഒറ്റയടിക്ക് കഴിഞ്ഞ ദിവസം അവിടെ ഈ യുദ്ധത്തിനെതിരെ സമരം ചെയ്യാൻ ഇറങ്ങിയത്. നേരത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന യഹൂദ് ബറക്ക് അടക്കമുള്ളവർ ശക്തമായി ഇത് ശരിയല്ലെന്ന് പറഞ്ഞു. IDF-ന്റെ മേധാവി പറഞ്ഞു ഈ ഗാസയെ മൊത്തത്തിൽ പിടിച്ചെടുക്കാൻ പോകുന്നത്. ഈ സൈന്യത്തിൻ്റെ മേധാവിക്ക് അതിൽ താല്പര്യമില്ല. ഈ യുദ്ധ ക്യാബിനറ്റ്, നെതന്യാഹുവിൻ്റെ യുദ്ധ ക്യാബിനറ്റിൽ നിന്നുള്ള 2 പേര് രാജിവെച്ച് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്രയും ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. ഇത് വേണ്ട എന്ന് ചുറ്റും നെതന്യാഹുവിന് ചുറ്റും നിൽക്കുന്നവർ പറയുമ്പോൾ ഈ യുദ്ധഭ്രാന്തൻ, യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ എങ്ങനെയാണ് യുദ്ധം എന്ന് പറയാൻ കഴിയുക? യുദ്ധമല്ല, വംശഹത്യ. ആ വംശഹത്യയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ലോകം കഴിഞ്ഞ 50 വർഷത്തിലേറെയായി, കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ നമ്മൾ, അല്ലെങ്കിൽ 3/4 നൂറ്റാണ്ടായി നമ്മൾ ഈ ജർമ്മനിയുടെ, അതായത് നാസി ജർമ്മനിയുടെ ഇടപാടുകളെക്കുറിച്ച്, അവരുടെ വംശഹത്യയെക്കുറിച്ച് ആവർത്തിച്ച് ഓർമ്മിച്ചെങ്കിൽ, അവരുടെ ആ വംശഹത്യ ഭീകരതയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്തെങ്കിൽ, ഇനി അങ്ങോട്ടുള്ള ലോകം ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സംശയവും വേണ്ട, അന്ന് നാസി വംശഹത്യക്ക് ഇരയായ യഹൂദരുടെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, യഹൂദരല്ല ഇതിൻ്റെ കൂടെയൊന്നുമില്ല, പക്ഷേ ആ ഇരയായ ഇപ്പോഴത്തെ ഇസ്രയേലിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഭരണകൂടത്തിൻ്റെ വംശഹത്യ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.